നമസ്കാരം, സൂപ്പർ സാറാണ്. നമ്മളിന്ന് +2 ക്രിസ്മസ് എക്സാമിന് വേണ്ടിയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാപ്റ്റർ ഏതായിരിക്കും എന്നുള്ളത് മനസ്സിലായി കാണും. ഇന്റഗ്രേഷൻ. ഞാൻ ചുമ്മാതെ പറഞ്ഞതാണ്. ഇന്റഗ്രേഷൻ എല്ലാവർക്കും പഠിക്കണമെന്ന് നല്ലതായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷെ അതിന്റെ ബുദ്ധിമുട്ട് ഓർക്കുമ്പോഴാണ് പ്രശ്നം. പക്ഷെ അതൊന്ന് പഠിച്ചു വെച്ചാൽ ഒത്തിരി കാര്യങ്ങളാണ്. മീൻസ് നിങ്ങളുടെ +2 മാത്രമല്ല, നിങ്ങൾ ഇനിയും മാത്സ് ഓറിയന്റഡ് ഉള്ള ഏത് ഹയർ സ്റ്റഡീസിനും ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവനെ പഠിക്കാൻ നമ്മൾ അങ്ങനത്തെ ഒരു കോഴ്സിനെ പോയി ജോയിൻ ചെയ്യരുതെന്ന് എനിക്ക് ആദ്യമേ പറയാനുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ ഈ ചാപ്റ്ററിൽ നിന്നും സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾ ക്ലാസ്സുകളൊക്കെ മാക്സിമം കാണുക, നോട്ട്ബുക്കിൽ എഴുതുക. പിന്നെ നമ്മുടെ എക്സാം വരെ, മീൻസ് പബ്ലിക് എക്സാം വരെ നമ്മുടെ ഈ ക്ലാസ്സുകൾ കാണും. പിന്നെ നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ് ജോയിൻ ചെയ്യാം. വളരെ ഈസി ആയിട്ടുള്ള ക്ലാസ്സുകളും കാര്യങ്ങളും എല്ലാം തന്ന് നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇപ്പം ഇത്രയും മാത്രം. ഓക്കെ, വേറെ ഒന്നുമില്ല. ഇതിനുള്ളിൽ ഇതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കിട്ടും. നിങ്ങൾക്ക് ഫുൾ മാർക്കിൽ എത്തിക്കാനും കിട്ടുന്ന ഏറ്റവും നല്ലൊരു അവസരമാണ്. ജോയിൻ ചെയ്യാൻ തന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ് പഠിപ്പിക്കുന്നത് കേട്ടോ. ഡെഫിനിറ്റ്. എന്താണ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ? നമ്മൾ ഇത്രയും നാളും പഠിച്ചുകൊണ്ടിരുന്നത് വെറും ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ആയിരുന്നു. ഇതെന്താണ് ഡെഫിനിറ്റ്? ഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻസർ ഒരു ന്യൂമറിക്കൽ വാല്യൂ ആയിട്ട് കണ്ടുപിടിക്കുന്ന പ്രോസസ്സാണ്. അതിന് ചെറിയൊരു നോട്ടൊന്ന് കാണിക്കാം. നമുക്കറിയാം ഇന്റഗ്രൽ f(x)dx എന്ന് പറഞ്ഞാൽ ഒരാളെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്താൽ മറ്റൊരാളെ കിട്ടും. എല്ലാവർക്കും അറിയാം. ഇപ്പൊ 1/x അതിന് ഇന്റഗ്രൽ ആരാ? log x അല്ലെ. c²x അതിന് ഇന്റഗ്രൽ ആരാ? tan x. അപ്പൊ ഓരോ ഫംഗ്ഷനും അതിൻ്റെതായിട്ടുള്ള ഇന്റഗ്രൽ ഉണ്ട്. ഞാനിപ്പോ f(x) എന്ന് പറയുന്നതിന്റെ ഇന്റഗ്രൽ ക്യാപിറ്റൽ f(x) ആണ് എന്ന് വിചാരിക്കുക. സ്മോൾ f(x)നെ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ ക്യാപിറ്റൽ f(x) കിട്ടി. അങ്ങനെയാണെങ്കിൽ therefore ഇന്റഗ്രൽ a to b f(x) dx എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനൊരു ലിമിറ്റ് ഒക്കെ വെച്ചോണ്ട്, ഒരു ഇന്റർവെൽ ഒക്കെ വെച്ചോണ്ട് അതിനെ ആൻസർ കണ്ടുപിടിക്കുന്നു. ഇപ്പൊ 1 to 2, 2 to 3, 3 to 5, 0 to 5 ഇങ്ങനെയുള്ള ഒരു ഇന്റഗ്രൽ മീൻസ് ഒരു ലിമിറ്റ് വെച്ചോണ്ട് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആൻസർ ചെയ്യുമ്പോൾ നോക്കിയാണേ, ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ f(x) ക്യാപിറ്റൽ f(x) കിട്ടിയാൽ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ f(x) ഓവർ ദി ലിമിറ്റ് ആരെന്നാണ് a to b. സ്മോൾ f(x)നെ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ ക്യാപിറ്റൽ f(x) കിട്ടി. അങ്ങനെയാണ് ഇന്റഗ്രൽ a to b സ്മോൾ f(x) dx ഈക്വൽ ക്യാപിറ്റൽ f(x) ഓവർ ദി ലിമിറ്റ് a to b. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ x കാണുന്നിടത്ത് നമ്മൾ ആദ്യം അപ്പർ ലിമിറ്റ് ആയ b കൊടുക്കുമ്പോൾ f(b) എന്ന് കിട്ടും. രണ്ടാമത് a കൊടുക്കുമ്പോൾ f(a) എന്ന് കിട്ടും. ചുമ്മാ മൈനസ് ചെയ്തേക്കണം, അത്രയേ ഉള്ളൂ. f(b) മൈനസ് f(a). ദാറ്റ് മീൻസ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഇതൊരു നമുക്കൊരു ആൻസർ ആയിട്ട് കിട്ടും. അതാണ് അതിന്റെ ഡെഫിനിറ്റ് ഇന്റഗ്രൽ. അപ്പൊ നമുക്ക് കുറച്ച് പ്രാക്ടീസ് നടത്താം, അല്ലയോ? പ്രാക്ടീസ് നടത്തി ഇവനെ അങ്ങോട്ട് പരിചയപ്പെടാം. മാക്സിമം നമ്മുടെ ക്ലാസ്സുകൾ കാണുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പബ്ലിക് എക്സാം വരെ നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ക്ലാസ്സുകൾ തന്ന് നിങ്ങൾക്ക് വേണ്ട ഏറ്റവും സിമ്പിൾ മെത്തേഡ്സും ഏറ്റവും ബുദ്ധിമുട്ടില്ല, നിങ്ങൾക്ക് ഏറ്റവും രസകരമായിട്ട് പഠിക്കാനുള്ള രീതി കൂടെയാണ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നതാണ് നമ്മുടെ മനസ്സിൽ. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്റഗ്രൽ 1 to 1/x dx അല്ലെങ്കിൽ 2 to 3 എടുത്തേക്കാം. 2 to 3 1/x dx. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട വേറെ ഒന്നുമില്ല, ഇന്റഗ്രലിനുള്ളിലുള്ള ആളെ നോക്കും. 1/x. 1/x ഇന്റഗ്രൽ മനസ്സിൽ ഓർമ്മ വരണം. എന്തായിരുന്നു 1/x ഇന്റഗ്രൽ? log x. ഓക്കെ, അപ്പൊ 1/x നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ log x എന്ന് കിട്ടും. ഓവർ ദ ലിമിറ്റ് ആരെന്നാണ്? 2 to 3. റൈറ്റ് സൈഡിൽ 2 to 3 എന്ന് എഴുതുക. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താ നോക്കിക്കേ, ഈ x കാണുന്നത് ആദ്യം 3 കൊടുക്കുക, നെക്സ്റ്റ് 2 കൊടുക്കുക. അപ്പൊ log 3 log 2 ഇടയ്ക്ക് ഒരു മൈനസ്, ദാറ്റ് ഈസ് log ഓഫ് ദിസ് 3 മൈനസ് log ഓഫ് ആരാണ്? 2. ഇങ്ങനെ കണ്ടല്ലോ, log 3 മൈനസ് log 2. ആദ്യം x കാണുന്നത് 3 കൊടുത്തു, പിന്നെ 2 കൊടുത്തു, ഇടയ്ക്ക് ഒരു മൈനസ്. log 3 മൈനസ് log 2 എന്ന് കണ്ടാൽ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് log ഓഫ് 3/2. അത് ഏത് റിസൾട്ടാ? log a മൈനസ് log b log ഓഫ് a/b. log a മൈനസ് log b log ഓഫ് a/b. അത്രയേ ഉള്ളൂ. log 3 മൈനസ് log 2 ഈസ് log 3/2. അത്രയേ ഉള്ളൂ. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കയറുകയാണ്. ഇന്റഗ്രൽ 0 to 1 dx by 1 plus x square. ഈ dx by 1 plus x square എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ആർക്കും ഓർക്കത്തില്ല. dx by ഞങ്ങൾ റിസൾട്ട് പഠിച്ചിട്ടില്ലല്ലോ. ഒന്ന് മാറ്റി എഴുതണം മോനെ. ദാറ്റ് ഈസ് 0 to 1 dx അങ്ങോട്ട് മാറിയിരിക്കാൻ പറഞ്ഞിട്ട് നമ്മൾ അവനെ 1/1 plus x square എന്ന് വായിക്കുമ്പോഴോ 1/1 plus x square tan inverse x അങ്ങനെ ഓർമ്മ പറയണം കേട്ടോ. 1/1 plus x square ഇന്റഗ്രൽ ആരാ മോനെ? tan inverse x. ഓക്കെ, അപ്പൊ നമുക്ക് 1/1 plus x square പകരം tan inverse x എഴുതി.
ഓവർ ദ ലിമിറ്റ് ആരാ മോനെ 0 to 1. ഓക്കെ, ഇനി അങ്ങോട്ട് എന്ത് ചെയ്താൽ മതി? എക്സിന് 1 കൊടുക്കുക, 0 കൊടുക്കുക, മൈനസ് ചെയ്യുക. 1 കൊടുക്കുന്നു, 0 കൊടുക്കുന്നു, മൈനസ് ചെയ്യുന്നു. 1 കൊടുക്കുമ്പോൾ എത്ര മോനെ ആൻസർ വരുന്നത്? ടാൻ ഇൻവേഴ്സ് 1 മൈനസ് ടാൻ ഇൻവേഴ്സ് 0. അത്രേ ഉള്ളൂ. ടാൻ ഇൻവേഴ്സ് 1 മൈനസ് ടാൻ ഇൻവേഴ്സ് 0. വാട്ട് ഈസ് ടാൻ ഇൻവേഴ്സ് 1? ടാൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ ടാനിന്റെ ഏതോ ഒരു ഡിഗ്രിക്ക് 1 നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏത് ഡിഗ്രിക്കാ? 45. ശരിയല്ലേ? ടാൻ 45 അല്ലേ 1. അപ്പൊ ടാൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ ആൻസർ 45 ഡിഗ്രി. അതിനെ റേഡിയനിൽ എഴുതുമ്പോൾ π/4. ഓക്കെ, π/4 മൈനസ് ടാൻ ഇൻവേഴ്സ് 0 എന്ന് പറഞ്ഞാൽ ടാനിന്റെ ഏത് ഡിഗ്രിക്കാണ് 0? 0. ടാൻ 0 അല്ലേ 0. അപ്പൊ ടാൻ ഇൻവേഴ്സ് 0 എന്ന് പറഞ്ഞാൽ ഏത് ഡിഗ്രിക്കാണ് 0 കിട്ടുന്നത്? 0 ഡിഗ്രിക്കാ. ഓക്കെ, അപ്പൊ π/4 മൈനസ്, അപ്പൊ 1 കിട്ടുന്നത് π/4ഉം 0 കിട്ടുന്നത് 0. അപ്പൊ ആൻസർ ആര് തന്നെ കിട്ടി? π/4. അപ്പൊ ഫൈനൽ ആൻസർ ആര് കിട്ടി? π/4. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഞാൻ ഇത് തന്നെ ലിമിറ്റ് എടുത്തോണ്ട് dx/√(1 - x²) എഴുതി. dx/√(1 - x²). dx/√(1 - x² എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ ഞാൻ ഇവിടുന്ന് മാറ്റി അങ്ങോട്ട് എഴുതുകയാണ്. dx അങ്ങോട്ട് പോയിരിക്കാൻ പറഞ്ഞു. 1/√(1 - x²). ഓ, ഇപ്പൊ നമുക്ക് ഓർമ്മ വരുന്നുണ്ടാവും ഇല്ലയോ? 1/√(1 - x²) സൈൻ ഇൻവേഴ്സ് x ആണ് കേട്ടോ. സൈൻ ഇൻവേഴ്സ് x ആണ് ഇതിന്റെ ഇന്റഗ്രൽ. അപ്പൊ ആൻസർ സൈൻ ഇൻവേഴ്സ് x എഴുതുക ഓവർ ദ ലിമിറ്റ് 0 to 1. Then put x equal to 1 and put x equal to 0. Then find the difference between these two. Answer is sin inverse 1 minus sin inverse 0. What is sin inverse 1? π/2. ഓർമ്മ പറഞ്ഞേ, സൈൻ്റെ ഏത് ഡിഗ്രിക്കാ 1? എത്ര? 90 ഡിഗ്രിയുടെ റേഡിയൻ π/2. അപ്പൊ sin inverse 1 is π/2 minus sin inverse 0 is 0. ആൻസർ π/2 minus 0 is π/2. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ചെയ്തു പോയി കഴിഞ്ഞാൽ എന്ത് രസമല്ലേ? എല്ലാം മനസ്സിലായി. ഇന്റഗ്രേഷൻ കൈപ്പിടിയിലെത്തിയാൽ വളരെ സന്തോഷമാണ്. പക്ഷെ അത്ര ഈസി അല്ല. ഇവനെ നമുക്ക് കുറെ പ്രാക്ടീസും കൊണ്ടും കുറെ കഷ്ടപ്പാടും കൊണ്ടും മാത്രമേ നമ്മുടെ തലയിലൂടെ കയറത്തുള്ളൂ. അല്ലാതെ വിളിച്ചു കയറിയാൽ വരത്തതിനല്ല, ഇത്തിരി കഷ്ടപ്പെടണം, അല്ലാതെ പറ്റില്ല. ഓക്കെ, ഒരു പ്രോബ്ലം കൂടെ ഞാൻ ചെയ്യുവാണ്, എല്ലാവരും ശ്രദ്ധിക്കുക. ഇന്റഗ്രൽ 2 to 3 dx/(x²) - 9. dx/(x²) - 9. അല്ലെങ്കിൽ x² - 1 എന്തെങ്കിലും x² - 1 കിടന്നോട്ട്. പിന്നെ ഇപ്പൊ dx എന്ന് പറയുമ്പോൾ എപ്പോഴും ഞാൻ എന്ത് പറഞ്ഞു? dx-നെ അങ്ങോട്ട് മാറ്റിയിട്ട ശേഷം അതിനെ എന്തെന്ന് വായിക്കണം? 1/. അപ്പൊ 1/(x² - 1) ഇത് ഏതോ ഒരു റിസൾട്ട് ആണല്ലോ. x² - 1. 1നെ നിങ്ങൾക്ക് ആരെന്ന് എഴുതാൻ മോനെ? 1² എന്ന് എഴുതിയാൽ 1/(x² - a². അതിൽ ഓർമ്മയല്ലോ ഉണ്ട്. ഒരു 6 റിസൾട്ട് പഠിക്കുന്നുണ്ട്. 1/(x² - a², 1/(a² - x², 1/(x² + a², പിന്നെ 1/√(x² - a². അങ്ങനെ 6 എണ്ണം ഉണ്ട്. അതിൽ ഒന്നാമനാണിത് 1/(x² - a². ഇതാണ് നോക്കിയാണ് റിസൾട്ട്. 1/(x² - a² എന്ന് കണ്ടാൽ 1/2a log x - a/x + a എന്നാണ് കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിക്കേ, 1/(x² - 1² എന്ന് പറയുമ്പോൾ 1/2 × 1 log x - 1 divided by x + 1. x - a/x + a. ഓക്കെ, ഉണ്ടാ റിസൾട്ട്. ഇവിടെ ഈ a² എന്നുള്ളത് 1² ആണ്. therefore a is 1. അപ്പൊ ആൻസർ നോക്കിക്കേ, ഓവർ ദ ലിമിറ്റ് ആരെന്ന് എഴുതണം? 2 to 3. ഇനി എന്താ ചെയ്യേണ്ടത്? x കാണുന്നിടത്ത് 3 കൊടുക്കുക, 2 കൊടുക്കുക, മൈനസ് ചെയ്യുക. 3 കൊടുക്കുക, 2 കൊടുക്കുക, മൈനസ് ചെയ്യുക. ആദ്യം 3 കൊടുക്കുക അല്ലേ? ആൻസർ വരുമ്പോൾ 1/2 × log 3 - 1/3 + 1. ആൻസർ നോക്കിയേ, 3 - 1 ദാറ്റ് ഈസ് 2/3 + 1 4. അപ്പൊ നമുക്ക് ആദ്യം 3 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1/2 log 2/4. 2/4നെ വേണം 1/2 ആക്കാം കേട്ടോ. ഇല്ല, ഇത് കുഴപ്പമില്ല. നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇനി 2 കൊടുക്കണേ. 2 കൊടുക്കുമ്പോൾ 2 - 1/2 + 1 ദാറ്റ് ഈസ് 1/2 log 2 - 1 divided by 2 + 1. ആൻസർ വരുമ്പോൾ 1/2 × log 2/4. അപ്പൊ നമുക്ക് 2 - 1 ഞാൻ അങ്ങ് എഴുതിയേക്കട്ടെ. 2 - 1/2 + 1 എന്ന് പറയുമ്പോൾ 1/3 എന്ന് കിട്ടും കേട്ടോ. ഇങ്ങനെ 2 - 1 1 2 + 1 3. അപ്പൊ 1/2 log 2/4 minus 1/2 log 1/3 1/2 taken as common from these two we get in bracket. എന്ത് കിട്ടും? log നോക്കിയേ 1/2 log 1/2 log 1/2 into log 2/4 minus log 1/3. പിന്നെ ഏതായി മോനെ? ദാറ്റ് ഇസ് ആൻസർ വരുമ്പോൾ 1/2 log log a minus log b log of a by b. That is log of
2/4/1/3, that is 1/2 log 2/4 into 3/1. ആൻസർ 2 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ആൻസർ 1/2 into log 3/2 കേട്ടോ. ഫൈനൽ ആൻസർ 3/2. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇത്രയൊക്കെ ചെയ്യാറുണ്ട്. ഇത് ഇച്ചിരി ഉണ്ടായിരുന്നു അല്ലേ. ഇങ്ങനെ ഒത്തിരി വലിയ ചോദ്യങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ കൊച്ചു ചോദ്യങ്ങളാണ്, രസകരമായിട്ട് എളുപ്പം തീർന്നു. അപ്പൊ ഇങ്ങനെ അങ്ങോട്ട് പഠിച്ചു വെച്ചാൽ ഇന്റഗ്രേഷൻ നമ്മുടെ കയ്യിലിരിക്കും. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെങ്കിൽ മാക്സിമം ഷെയർ ചെയ്താണ്, നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. പിന്നെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ്സുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും. നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാക്സിമം വരും. പിന്നെ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഇൻസ്ട്രക്ഷൻസ്, നിങ്ങൾക്ക് വേണ്ട എക്സാമിന് വരുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടാവും. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് നൈറ്റ്.